ശ്രീ രമ്യ ഹരിദാസ്, ഈ സ്പീക്കറുടെ നിയന്ത്രണത്തിലാണല്ലോ പാർലമെന്റിന്റെ സുരക്ഷ എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ സ്പീക്കർ കത്ത് നൽകിയിട്ടുണ്ട്. അതേ തുടർന്ന് ഒരു അന്വേഷണ സമിതി നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സമിതി അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. പ്രതിപക്ഷം ഒരു ധൃതി കാണിക്കുന്നുണ്ടോ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കായി? കാരണം സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സുരക്ഷാ വീഴ്ചയാണ്. ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അതിഭയാനകം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. കാരണം ഇത്രയേറെ സുരക്ഷിതത്തോടു കൂടി ഗാലറിയിലേക്ക് എംപിമാരുടെ പാസിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് എംപിമാരുടെയൊക്കെ പാസിനകത്ത് 2 പേർക്കാണ് ഡേ പാസിനകത്ത് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറ്റ് BJP എംപിമാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതിൽ പോലും പലപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് അവര് വളരെയധികം സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് ആളുകളെ ഗാലറിയിലേക്ക് കയറ്റുന്നത്. പക്ഷെ ഈ അടുത്ത സാഹചര്യത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലുള്ള സഭയ്ക്കകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിരിക്കുന്ന ലീഡേഴ്സ്, ഫ്ലോർ ലീഡേഴ്സ് ഉൾപ്പെടുന്ന ആളുകൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്ക എംപിമാരും, ഞാൻ ഉൾപ്പെടുന്ന മിക്ക എംപിമാരും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ടും ഇത്തരം ഒരു അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അല്ല എന്ന് വരുത്തി തീർക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല. ഇതിപ്പോ അവര് പറയുന്നത് ഈ പുക വിഷാംശമല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും ഏതെങ്കിലും രീതിയിൽ അത് ആരെങ്കിലും ഒക്കെ ബാധിച്ചിരുന്നുവെങ്കിൽ സാഹചര്യം മറ്റൊന്നാകുമായിരുന്നു. അപ്പം ഇനി തുടർന്നും ഇത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് ഇതിലെ പോരായ്മകൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് ഹോം മിനിസ്റ്റർ ഉത്തരവാദിത്തമാണത്. അത് മന്ത്രി ഇതിനകത്ത് വന്ന് മറുപടി പറയുക എന്നുള്ളത് സഭയുടെ ഒന്നടങ്കമുള്ള എംപിമാരുടെ ഒരു ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ പോലും വീണ്ടും അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ സഭയിൽ പ്രതിഷേധിച്ച് ആദ്യം ഞങ്ങൾ 5 പേരെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും സഭ ആരംഭിച്ച സമയത്ത് വീണ്ടും 10 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ ഇന്നലെ സഭയിൽ വരാത്തൊരാളിനെ പോലും സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇത് നടന്നപ്പോഴാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിനകത്ത്? അതിലും വീഴ്ചയാണ്. അപ്പം ഇതൊരു അശ്രദ്ധ തന്നെയാണ്. ഇതിനകത്ത് കോൺഗ്രസും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണം. മന്ത്രി ഇതിനകത്ത് വന്ന് മറുപടി പറയണം. അമിത്ഷാ മറുപടി പറയുക തന്നെ വേണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് കഴിയില്ല. ഏതറ്റം വരെ ഞങ്ങൾ സമരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി. എന്നാലും വളരെ നന്ദി ശ്രീ രമ്യ ഹരിദാസ് പ്രതികരിച്ചത്. എന്നാലും പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടാനുള്ള ഒരുക്കത്തിലാണ്. പ്രതിപക്ഷം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാനുമുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ തെളിയുന്നത്.